കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബീട്രൂട്ട് റൈസ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ്. അപ്പോൾ ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം ആദ്യം. ഞാൻ്റെ റെസിപ്പി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബീട്രൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ അരിക്കണമൊന്നുമില്ല കേട്ടോ. എൻ്റെ മിക്സി അത്ര കണ്ട് അരയണില്ല, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു തണ്ട് വേപ്പിനില, സവാളൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. സവാള പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ 2 പീസ് ബട്ടറാണ് ആഡ് ചെയ്യണം കേട്ടോ. 2 പീസ് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യട്ടെ കേട്ടോ. ഓയിലൊക്കെ ചൂടായതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്യുക. അതിലേക്ക് ഞാൻ നല്ല ജീരകം, പെരിഞ്ജീരകം, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയാണ് ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളിയിൽ നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ റോസ് സ്മെല്ല് പോണ വരെ വഴറ്റിയെടുക്കുക. അതുപോലെ മാഗി ക്യൂബ് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഉള്ളിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അരിച്ച് വെച്ച ബീട്രൂട്ടിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് 2 ഗ്ലാസ് കറക്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമായിട്ട് മൊത്തം ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ വെള്ളം തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തിളച്ച് കിട്ടുകയും ചെയ്യും. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കാം. ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. മാഗി ക്യൂബ് 2 ഇട്ട കാരണം ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത ബട്ടറും സോൾട്ടഡ് ബട്ടറായ കാരണമാണ് അത്ര ഉപ്പിൻ്റെ ആവശ്യം വരണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കഴുകി വെച്ച ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വെന്തിക്കണമെന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.